വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഹലോ. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് പനീർ തേച്ചു പോവുമെന്നറിയില്ല. പനീർ തേച്ച് ആര് തേക്കുന്നുള്ളത് നന്നായിട്ടില്ലേ? ആ പനീർ അമ്മ തേക്കുമ്പോ ആ പനീര് നന്നായിട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അമ്മ പിടിച്ച് ചുമരില് തേക്കുന്നതാണ്. പനീർ തേച്ച ആര് പറഞ്ഞു വീഡിയോയുടെ വ്യത്യാസം അർത്ഥോ, പക്ഷെ കഴിക്കാനാണ് ഇത് തന്നെ. അമ്മ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി ചെയ്യുമ്പോ അമ്മ എന്റെ മേലെ തണുത്ത വെള്ളം ഉണ്ടാക്കാൻ പോണത് പനീർ തേച്ച. അത് ഞങ്ങൾ കറിയിൽ പറയും, നിങ്ങൾ എന്ത് പറയും? പനീർ തേച്ചാന്ന് അമ്മ. അമ്മ സമാധാനം ഒക്കെ പാടിച്ചാണല്ലോ പേരല്ലേ മാറ്റി. പരിഹസിച്ചാലും എല്ലാരും മാക്ക് മാക്ക് കല്ലു, നീയാണ് എന്റെ അസിസ്റ്റന്റ്. പലരും എന്നെ ആക്ഷേപിക്കും, അധിക്ഷേപിക്കും, പുറത്താക്കും, അടിച്ചു പുറത്താക്കും. സ്വഭാവം തന്നെ. അമ്മ കഴിച്ചിട്ടില്ല. പരിഹാസങ്ങളും അധിക്ഷേപങ്ങളും അനാവശ്യങ്ങളൊക്കെ കേട്ടിട്ടാണെങ്കിലും ഞങ്ങള് പനീർ തേക്കുമോ ഇല്ല എന്ന് നോക്കാൻ പോവുകയാണ്. അമ്മ പാത്രം തേക്കിയെന്ന് അഭിനയിക്കുന്നുണ്ട്. അളവിനെ കുറിച്ചോ കാര്യവിവരങ്ങളെ കുറിച്ചോ ചോദിക്കാം. കാരണം വിവരം നടക്കില്ല. അളവല്ല, കഴിക്കാൻ നന്നായിരിക്കും, മോശമായിട്ടൊന്നും അതിലുണ്ടാവില്ല. പൊതുവെ ഞാൻ സ്പൂണും ഇതും അളവിലൊന്നും എടുക്കാറില്ല. കൈത്താൻ അളവ്. ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ. ഒരു പണിയെടുക്കാത്തൊരു പണിക്കാർക്ക് വേണ്ടാത്ത പണിയെടുത്തിട്ട് കഷ്ടപ്പെടുന്ന ഇതിലേ. പനീർ തേക്കും. പനീർ തേക്കുമോ ഇല്ലയോ? ഇന്ന് കാണാം. കല്ലു, നമുക്കിത് മിക്സിയിൽ അടിച്ചാലോ? അപ്പൊ ഞാൻ നിന്നോട് മലയാളത്തിലല്ലേ പറഞ്ഞത് അത് ചെയ്തു തരാൻ. കല്ലു, ചെയ്ത് പരീക്ഷിക്കുമ്പോ തോക്കുമ്പോ നമ്മൾ പുതിയ വഴികൾ തപ്പണം. പക്ഷെ തോറ്റുകൊണ്ട് മാത്രം ചതഞ്ഞോ? ഒന്ന് മിക്സിയിലിട്ട് അടിച്ചാൽ വേണ്ട. അത് വന്നു. ഇത് ചതഞ്ഞിട്ടില്ലടി. അതെ, പെട്ടെന്ന് കഴിച്ചാൽ എനിക്ക് വിശക്കണം. പനീർ തേച്ചോ ഇല്ലയോ? ഇതില് ഒരു മൊറോക്കൻ ടച്ച് ഉള്ള പോലെ ഉണ്ടല്ലോ. മൊറോക്കൻ ടച്ചാണോ നിന്റെ മുഖത്ത് ഞാൻ ടച്ച് ചെയ്യണമെന്ന് ഞാനിപ്പോ ആലോചിക്കും. പെട്ടെന്ന് കഴിക്കും, എന്നിട്ട് പെട്ടെന്നൊരു തീരുമാനം പറയും. ഇത് പനീർ വറുത്തത് തന്നെയല്ലേ? അല്ല, നോക്കട്ടെ എങ്ങനെയുണ്ട് കല്ലു? കഴിക്കൊക്കെ कैसा लगा? अच्छा है, बहुत अच्छा. അപ്പൊ എന്നോടൊരു താങ്ക്സ് പറയും. ഞാനിത് അവസാനിപ്പിക്കട്ടെ, ഞാൻ കഴിക്കട്ടെ. പറയാതിരിക്കാൻ പറ്റില്ല. സൂപ്പർ ആയിട്ടുള്ളത് പറയണമെങ്കിൽ ഞാനേ വേറെ വല്ല സ്കൂളിലായി. ഇനി മേലെ ഈ പരിപാടി നീ ആവർത്തിച്ചു പോകും. ഇനി നീ എന്നോട് ഭക്ഷണം ചോദിച്ചിട്ട് പോകാട്ടോ. അപ്പൊ കല്യാണം നിമിത്തം ക്വിക്കായിട്ട് പനീർ തേച്ചയുടെ റെസിപ്പി പറയാം. നിലക്കടല, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില ഒക്കെ കൂടെ ഒന്ന് കടകട കുടുകുടു കിടികിടി പിടിപിടി ചതയ്ക്കുന്നു. ഇങ്ങനെ ഒരു പണിക്കാരുണ്ട്, ആ കുട്ടി കൊണ്ട് ചതയ്ക്കുക. എന്നിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ച പനീർ കഷ്ണം അതിൽ കോട്ട് ചെയ്യുന്നു. ബട്ടറിൽ തിരിച്ചു മറിച്ചും ഒന്നിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റായിട്ട് കഴിക്കാം. പനീർ തേച്ച ഇത്ര നാരങ്ങ വീഴാൻ ഇത്ര തൈരിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, ബൈ.